ജനീവ നഗരത്തിലൂടെയുള്ള ഒരു ഈവനിങ് വാക്ക്. വളരെ മൈൽഡായി മഴ പെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മൾ പോകുന്നത് ജനീവയുടെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കായ സെഡ് ഡൗവിലേക്കാണ്. സെഡ് ഡൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ജെറ്റ് എന്നൊക്കെയാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം, ജനീവ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു വലിയ വാട്ടർ ജെറ്റാണ്. ഈ വാട്ടർ ജെറ്റിനെ പറ്റി പറയുമ്പോൾ ഇതൊരു ഫൗണ്ടനാണ്. ബേസിക്കലി നമ്മളൊക്കെ ഇതുവരെ കണ്ട ഫൗണ്ടൻ പോലെയല്ല. അതിൻ്റെയൊക്കെ ഒരു രാജാവ് എന്ന് പറയാം. 140 അടിയോളം ഉയരത്തിലാണ് ഈ ഫൗണ്ടനിൽ നിന്നും ഉള്ള വാട്ടർ ജെറ്റ് അതിങ്ങനെ മേളിലോട്ട് അതിൻ്റെ ജലം പമ്പ് ചെയ്യുന്നത്. ജനീവയുടെ ഒരു ലാൻഡ് മാർക്കാണത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 33,000 അടി ഉയരത്തിൽ ഫ്ലൈറ്റുകൾ പോകുമ്പോൾ ആ 33,000 അടി ഉയരത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പോലും ഈ വാട്ടർ ജെറ്റ് കാണാമെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം, ഇതിൻ്റെ ഒരു ഭീമാകാരത്വം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ജനീവയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ വാട്ടർ ജെറ്റ് സെഡ് ഡൗ കാണാതെ പോവില്ല. നമുക്കും തീർച്ചയായിട്ടും അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ വേണം നമുക്ക് ജനീവയുടെ കാഴ്ചകൾ തുടക്കമിടാൻ. ടൂറിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെയായി നിരവധിയായ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്തരീക്ഷം അത്ര നല്ല ഫേവറബിൾ അല്ല. ചെറുതായി മൈൽഡായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് ലേക്ക് ജനീവയുടെ തീരത്താണ്. ലേക്ക് ജനീവയിൽ നിന്നും ബോട്ടുകളൊക്കെ പുറപ്പെടുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ദൂരെയായി ഒരു ഫെറി വീല് കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി മൗണ്ടൻസ് കാണാം. ക്രൂയിസ് ബോട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നുമാണ്. കുറേ ബോട്ടുകൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട്. ജനീവയിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ വാട്ടർ ജെറ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവിടെയായി ചില സ്വാനുകളൊക്കെ ഈ ജലത്തിലൂടെ അങ്ങനെ നീന്തി തുടിക്കുകയാണ്. വെസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേക്കുകളിലൊന്നാണ് ഇതെന്ന് പറയാം. പ്രത്യേകിച്ചും ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഈ ലേക്കിനെ പങ്കിടുന്നു എന്നുള്ളതാണ്. ജിയോഗ്രഫിക്കലി ഈ ലേക്ക് ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ഭാഗമാണ്. അപ്പം അത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ലേക്കാണ് ലേക്ക് ജനീവ. അവിടെ ഒരു സ്കൾപ്ചറുണ്ട്. ആ സ്കൾപ്ചറും കൂടെ കണ്ടിട്ട് വരാം. അതിന് ചുറ്റും മനോഹരമായ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയുള്ളതാക്കിയിരിക്കുന്നത് കാണാം. ഇവിടെ കണ്ടില്ലേ ഈ ചെറിയ മരമൊക്കെ എങ്ങനെയാണ് വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇത്ര മനോഹരമാണല്ലേ. ജനീവ സ്വിസ് കോൺഫെഡറേഷൻ്റെ ഭാഗമായി മാറുന്നത് 1814 അപ്പോൾ ആ ഒരു സംഭവം അതിനെ കൊമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് സ്ഥാപിച്ച ഒരു സ്കൾപ്ചറാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു സ്കൾപ്ചർ. 1864 ഈ സ്കൾപ്ചർ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായത്. അപ്പോൾ ഈ സ്കൾപ്ചർ നിലകൊള്ളുന്നത് ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്ന ഈ ഏരിയയിലാണ്. ഈ ലേക്ക് ജനീവയുടെ ഈ ഭാഗത്തുള്ള ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്കൾപ്ചർ നിലകൊള്ളുന്നത്. ഈ സ്കൾപ്ചർ കാണുമ്പോൾ ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് 2 യുവതികൾ. അവർ കയ്യിലൊരു വാളും പരിചയുമായി അങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ജനീവ ഈ സ്വിസ് ഫെഡറേഷൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇതൊരു നാഷണൽ മോണുമെൻ്റ് ആണ്. ഇവിടെ മനോഹരമായ പൂക്കൾ കൊണ്ടൊക്കെ ഈ നാഷണൽ മോണുമെൻറ്റിൻ്റെ ചുറ്റും അലങ്കൃതമായിരിക്കും നമുക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ലേക്ക് ജനീവയുടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണ്ടല്ലേ. ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ പിക്ചർ എടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ലേക്ക് ജനീവയുടെ തീരത്ത്. മനോഹരമായ വലിയ പൂക്കളാണ് നിറയെ. ഇവയൊക്കെ അങ്ങ് ഇലയില്ലാതെ പൂക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മരങ്ങളെല്ലാം പൂത്ത് കഴിയുമ്പോഴേക്കും
ഇതെല്ലാം വളരെ മനോഹരമായിരിക്കും. ഈ മരങ്ങളിലെല്ലാം പൂക്കൾ കൊണ്ട് നിറയും. ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ്. ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നടക്കുന്ന കൊച്ചുകുട്ടികൾ, പ്രായമായവർ, സെൽഫിക്ക് വേണ്ടി നിൽക്കുന്നവർ, അങ്ങനെ തെരുവ് ഏത് സമയവും സജീവമാണ്. അപ്പോൾ ജനീവ ലേക്കിൻ്റെ ഭാഗത്തായി, ഈ ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഭാഗത്തായി ഒരു മനോഹരമായ ഒരു ശില്പം ഒരു മരത്തിൽ കൊത്തിയെടുത്തിരിക്കുകയാണ്. അതായത് ഈ മരം ഉണങ്ങിപ്പോയപ്പോൾ അതിൻ്റെ കാതൽ അതിൽ കൊത്തിയെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. കാരണം കണ്ടില്ലേ, കാരണം ആ വേരും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അത് ഭൂമിക്കടിയിലേക്കുണ്ട്. ആ മരത്തിൽ തന്നെ, അതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ, അതിൻ്റെ കാതലിൽ തന്നെ ഇങ്ങനെ കൊത്തിയെടുത്തതുപോലെയാണ് അത് നിൽക്കുന്നത്. എന്നാലും അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു താക്കോലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു രൂപമാണ്. ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. മുകളിൽ ഒരു പരുന്ത് പോലെയൊക്കെയുള്ള ഒരു പക്ഷിയും ഒക്കെയുണ്ട്. വളരെ മിസ്റ്റിക്കായിട്ടുള്ള ഒരു രൂപമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തടിയിൽ കൊത്തിയെടുത്ത ഒരു ആധുനിക രീതിയിലുള്ള ഒരു ശില്പവും ഇവിടെ കാണാൻ സാധിക്കും. പ്രശസ്തമായ ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. ജനീവയുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള ലൊക്കേഷനുകളാണ് ഈ ഭാഗങ്ങളൊക്കെ എന്നുള്ളതാണ്. കാഴ്ചകൾ തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് എന്ന് പറയാതെ തരമില്ല. നായ്ക്കളെയും കൊണ്ടൊക്കെ ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നവരാണ് എവിടെ നോക്കിയാലും. തീർച്ചയായിട്ടും വാച്ച് നിർമ്മാണവും ക്ലോക്ക് നിർമ്മാണവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിറ്റ്സർലൻഡിൽ, ജനീവയിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടാൽ ഒട്ടും അതിശയിക്കേണ്ടതായിട്ടില്ല. വളരെ മനോഹരമായിട്ടാണ് ഇതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഫ്ലവർ ക്ലോക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ കളർഫുള്ളാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനീവ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്, ലേക്ക് ജനീവയോട് ചേർന്നുള്ള ഇംഗ്ലീഷ് ഗാർഡൻ്റെ ഒരു വശത്തായിട്ടാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത്. സൈക്കിളിൽ പോകുന്നവരും കാൽനടയായി പോകുന്നവരും ഒക്കെ ഈ നഗരത്തിൻ്റെ ഭാഗമാണ്. ട്രാമുകളൊക്കെ തലങ്ങും വിലങ്ങും പായുകയാണ്. ഇലോങ്ങേറ്റഡ് ബസ്സുകളുണ്ട്, ഇത് ട്രാമുകൾ. മുമ്പോട്ട് പോകുന്ന ഏരിയയൊക്കെ ഓൾഡ് ടൗണിൻ്റെ ഭാഗമാണ്. വലിയൊരു സ്ക്വയറാണ്. അപ്പോൾ ഈ യൂറോപ്യൻ നഗരങ്ങളുടെയൊക്കെ പ്രത്യേകത പബ്ലിക് ലൈഫിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യർക്ക് സമാധാനമായി വന്നിരിക്കാനും ഓപ്പൺ എയറിൽ വന്നിരുന്ന കാഴ്ചകൾ കാണാനും ഒക്കെയായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ. ഇവിടെ ഒരു ഫൗണ്ടെയിനിൽ ഒരു നായ്ക്കുട്ടിയെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച കാണാം. ഫൗണ്ടെയിൻ്റെ മുകളിലായി കുറേ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാം ഈറ്ററീസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നിരവധിയാണ്. ഓൾഡ് ടൗണിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെയൊക്കെ കല്ലുകൾ പാകിയ പാതകളാണ്. തനതായ ഒരു വാസ്തുശില്പ മാതൃകയാണ്. ഒരുപക്ഷേ ഫ്രാൻസിനോടൊക്കെ വളരെ സമീപത്തായി കിടക്കുന്ന ഒരു സിറ്റി ആയതുകൊണ്ട് ആ ഒരു ഫ്രഞ്ച് ശൈലിയൊക്കെ ഇവിടെ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് കരുതേണ്ടതായിട്ടുണ്ട്. ഇതൊരു വളരെ പുരാതനമായ ഒരു ചർച്ചാണ്. ടെമ്പിൾ ഡി ലാ മെഡലിൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ജനീവയുടെ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളാണ്. ഇത് ജനീവയ്ക്ക് മാത്രമായി അവകാശപ്പെടാനുള്ള വാസ്തുശില്പ മാതൃകകളാണ്. നമുക്ക് കുറച്ച് ദൂരം കൂടി ഈ ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ജനീവയുടെ ഓൾഡ് ടൗൺ ഭാഗമാണ് ഇതൊക്കെ. അവിടെ മെറി ഗോ റൗണ്ട്, അങ്ങനെ കുട്ടികളൊക്കെ അതിൽ എൻജോയ് ചെയ്യുന്നു. തെരുവുകളൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നവരുടെ തിരക്ക് കാണാം. തെരുവുകളൊക്കെ സജീവമായി തുടങ്ങിയിരിക്കുകയാണ്.
ഇവിടെയൊക്കെ അങ്ങ് കോട്ടമതിൽ പോലെയുള്ള ഭാഗങ്ങളാണ്. വലിയ ചർച്ചുകളും ഒക്കെയായി ഓൾഡ് ടൗണിൻ്റെ നല്ല കുറേ കാഴ്ചകൾ. ഈ ഭാഗങ്ങളിലുള്ള ഫൗണ്ടനുകളുടെ പ്രത്യേകത, ഫൗണ്ടന് മുകളിലായി ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ട്. മനോഹരമായ ചെടികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രത്യേകതരം ചെടികളാണ്. ആ നിലയ്ക്ക് വളരെ മനോഹരമായ ഫൗണ്ടൻ തന്നെയാണ്. ഭാഗങ്ങളൊക്കെ വലിയ തിരക്കാണ്. ഭക്ഷണം കഴിക്കാനും ഈവനിങ് സ്പെൻഡ് ചെയ്യാനുമായി വന്നെത്തിയവരുടെ കൂട്ടം. വളരെ മനോഹരമായ പൂച്ചെടികളാൽ ഈ ഭാഗങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ട്യൂലിപ്പുകളാണ്. വൈറ്റ് ട്യൂലിപ്പ് കാണാം. ഇത് വൈറ്റ് ട്യൂലിപ്പ്. ഓൾഡ് ടൗൺ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മികച്ചതാണെന്ന് പറയാം. ഇതൊക്കെയാണ് ജനീവയുടെ ഓൾഡ് ടൗണിലെ കാഴ്ചകൾ. ആ ചർച്ചിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം വലിയ ജനക്കൂട്ടമാണ്. ഒരു പ്രൊമിനേഡാണ് ആ ഭാഗമെല്ലാം. ഉണ്ടല്ലേ. അപ്പോൾ ഈ പള്ളികളിലൊക്കെ ആരാധനയ്ക്കായി മാത്രമല്ല ആൾക്കാർ വരുന്നത്, അതിലും വളരെ കൂടുതലാണ് ഇവിടെയൊക്കെ സഞ്ചാരികളായി എത്തുന്നവർ. ഈ കാഴ്ചകളൊക്കെ കാണാനും മറ്റുമായി മനോഹരമായ ഒരു ചർച്ച്. നല്ലൊരു സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈസ്റ്റർ അപ്പം നൽകുന്ന ഒരു സമയമാണിത്. അവിടെ പബ്ലിക്കിനായി അച്ഛൻ പുരോഹിതൻ ഇവിടെ ഈസ്റ്റർ അപ്പം പകുത്തു നൽകുന്ന കാഴ്ചകളൊക്കെ കാണും. ആരാധനയ്ക്ക് വന്നവർക്കായി ഇങ്ങനെ ഈസ്റ്റർ അപ്പം നൽകുന്നു. വിശ്വാസികളൊക്കെ അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഫോർത്ത് സെഞ്ചുറിയിൽ പണിതീർത്ത അതിമനോഹരമായ ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു ദേവാലയമാണിത്. തീർച്ചയായും സെയിൻറ്റ് പീറ്ററിൻ്റെ നാമത്തിലാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്റ് പിയറി കത്തീഡ്രൽ. ഇപ്പോൾ ഡിന്നർ ടൈമാണ്. ജനീവയിലെ ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനീവയിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഫോണ്ടിയു ട്രൈ ചെയ്യാതെ പോകാൻ പാടില്ല. റോസ്റ്റിയും ഒക്കെയാണ് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്യുക തന്നെയാണ്. ട്രഡീഷണൽ ഫോണ്ടിയു ട്രൈ ചെയ്യാനായി പോവുകയാണ്. സ്റ്റൗ വന്നു കഴിഞ്ഞു, ബ്രെഡ് വന്നു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ അത് ജനീവയിലായാലും സ്യൂറിക്കിലായാലും ലൂസേനിലായാലും എവിടെ വന്നാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട 1-2 വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഫോണ്ടിയു, ചീസ് ഫോണ്ടിയു. രണ്ടാമത് റാക്ലറ്റ്, അതല്ലെങ്കിൽ പിന്നെ റോസ്റ്റി, ഇങ്ങനെയുള്ള വിഭവങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫോണ്ടിയും അതോടൊപ്പം റോസ്റ്റിയുമാണ്. ട്രഡീഷണൽ റോസ്റ്റിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളുടെ മൊജിറ്റോ വന്നിരിക്കുകയാണ്. ഇവിടെ ഫോണ്ടിയു വന്നു. ഫോണ്ടിയു പോട്ട്, അതിനുള്ളിൽ ഫോണ്ടിയു ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് ഫോണ്ടിയു. അതായത് ചീസാണ്. ചീസ് ഇങ്ങനെ ഈ ചെറിയ ചൂടിൽ ഇങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വിശദമായി പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഭവം. ഈ ബ്രെഡ് കഷ്ണങ്ങളാക്കി ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ അകത്തുള്ള രീതി. ഇവിടെ നമുക്കുള്ളത് ട്രഡീഷണൽ റോസ്റ്റിയാണ്. പൊട്ടാറ്റോ ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിനോടൊപ്പം ഒരു സോസേജും ഉണ്ട്, കുറച്ച് സാലഡ്സും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലൻഡിലെ ട്രഡീഷണലായിട്ടുള്ള വിഭവങ്ങൾ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളതാണ് റോസ്റ്റിയും ഫോണ്ടിയും. ഒരു ബ്രെഡ് പീസ് കുത്തി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി നല്ലപോലെ അതിലാക്കി ഇങ്ങനെ എടുത്ത്
നമ്മൾ ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് നമ്മളൊരു ഫോർക്ക് കൊണ്ട് അതെടുത്ത് ബെസ്റ്റ് എക്സ്പീരിയൻസ് ചീസ് ഫോണ്ടു എക്സ്പീരിയൻസ്. Aveva scritto che non acquistavo più. Perché era su come così abbiamo detto. നല്ല ഫ്ലേവറും നല്ല ഒരു പ്രത്യേകമായ ടേസ്റ്റും അതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവങ്ങളൊന്നാണ് പൂണ്ടി. സ്വിറ്റ്സർലൻഡിലെ മറ്റൊരു പ്രധാന വിഭവമാണ് റോസ്റ്റി. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ്, പിന്നെ കുറച്ച് സാലഡും അങ്ങനെ ഉള്ള ഐറ്റംസും ഒക്കെ ആയിട്ട്. ഇതൊക്കെയാണ് സാധാരണ ഒരു ഡിന്നറിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ട്രഡീഷണലായുള്ള റെസ്റ്റോറൻറ്റ്, വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻ്റാണ്, നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ആക്ച്വലി ഡിന്നർ ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങിയ സമയമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.